ഗുരുവായൂർ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത മലിനജലം ഉപയോഗിച്ചവർക്ക് വയറിളക്കവും ഛർദിയും. മലിനജല വിതരണത്തെക്കുറിച്ച് ടിസിവി സംപ്രേഷണം ചെയ്ത വാർത്ത അധികൃതർ അവഗണിച്ചു. മലയാള കഥാസാഹിത്യത്തിൽ നിറസാന്നിധ്യമായിരുന്ന ഐപ്പ് പാറമേലിനെ സൌഹൃദ കൂട്ടായ്മ കുന്നംകുളത്ത് അനുസ്മരിക്കുന്നു. പാറമേലിന്റെ 10ാം ചരമവാർഷിക ദിവസമായ തിങ്കളാഴ്ചയാണ് അനുസ്മരണം. പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പഞ്ചായത്ത് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുത്തിയിരിപ്പ് സമരം. ഗുരുവായൂർ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത മലിനജലം ഉപയോഗിച്ച 50ഓളം കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു. മലിനജല വിതരണത്തെക്കുറിച്ച് ടിസിവി സംപ്രേഷണം ചെയ്ത വാർത്ത അധികൃതർ അവഗണിച്ചു. നഗരസഭ 12ാം വാർഡിലെ അങ്ങാടിത്താഴം മേഖലയിലുള്ളവർക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരം ശേഖരിച്ചു വെച്ച കുടിവെള്ളം ഉപയോഗിച്ചവരാണ് അസുഖബാധിതരായത്. വെള്ളിയാഴ്ച രാത്രി പലർക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടുവെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മേഖലയിലുള്ള ഭൂരിഭാഗം പേർക്കും തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ മേഖലയിൽ അടിയന്തര മെഡിക്കൽ ക്യാമ്പ് നടത്തി. 100ഓളം പേരാണ് ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് കൂടുതലും ചികിത്സ തേടിയെത്തിയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലിനപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസിയായ ഷുക്കൂർ പറഞ്ഞു. കുറെ നാളുകളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചായിരുന്നു. ഈ വെള്ളം 10-40 വീട്ടുകാരുണ്ട്. ഇവിടെ അഴുക്കിയാൽ ഈ സബ്സിഡി ടാങ്കി പൊട്ടിയിട്ട് വെള്ളം കിടന്നിട്ടുള്ള വെള്ളങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും നല്ല വയറ്റി നോക്കും ഛർദിയുണ്ട്. വാട്ടർ അതോറിറ്റി നാട്ടുകാരെ മലിനജലം കുടിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ടിസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മലിനജലം വിതരണം ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കാതിരുന്നതാണ് നാട്ടുകാരെ രോഗികളാക്കിയത്. വെള്ളം മലിനമാണെന്നറിഞ്ഞതോടെ തിളപ്പിച്ചാണ് ഉപയോഗിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. അസുഖം പടർന്നു പിടിക്കാതിരിക്കാനായി മേഖലയിൽ ആരോഗ്യവകുപ്പ് തിരക്കിട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പരിസരവാസികൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ഉപയോഗിക്കരുതെന്നും പകരം നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളത്തിന്റെ പ്രശ്നം ഇവിടെ ഈ മേഖലകളിൽ പൈപ്പിന് ലീക്ക് ഉണ്ടെങ്കിലാണ് പ്രധാനമായിട്ടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അത് വാട്ടർ അതോറിറ്റിയോട് ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്നും ഹെൽത്ത് സൂപ്പർവൈസർ അറിയിച്ചു. ടിസിവി ന്യൂസ്, ഗുരുവായൂർ. 33 വർഷക്കാലം മലയാള കഥാസാഹിത്യത്തിൽ നിറസാന്നിധ്യമായിരുന്നിട്ടും ആദരിക്കപ്പെടാൻ മറന്നുപോയ ചെറുകഥാകൃത്ത് ഐപ്പ് പാറമേലിനെ സൌഹൃദ വലയങ്ങൾ അനുസ്മരിക്കുന്നു. പാറമേലിന്റെ 10ാം ചരമവാർഷിക ദിനമായ തിങ്കളാഴ്ച കുന്നംകുളത്താണ് അനുസ്മരണം. മലയാള ചെറുകഥാശാഖയ്ക്ക് തീർത്തും വ്യത്യസ്തമായ അനുഭവം നൽകിയ ചേറപ്പായി കഥകളുടെ രചയിതാവ് ഐപ്പ് പാറമേൽ 1971 മുതൽ സാഹിത്യരംഗത്ത് സജീവമായിരുന്നു. നാടക രചനകളിലൂടെയായിരുന്നു തുടക്കം. മലയാളികളുടെ ഇഷ്ടതാരങ്ങളായ പപ്പു, മാളാരവിന്ദൻ, TG രവി, തൃശൂർ LC തുടങ്ങി നിരവധി പേർ ഐപ്പ് പാറമേലിന്റെ നാടകങ്ങളിൽ അഭിനേതാക്കളായിരുന്നു. പിബാസ, ചായം തേച്ച മുഖങ്ങൾ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രമുഖ നാടകങ്ങളായിരുന്നു. 1976 പാറമേൽ ചെറുകഥാ സാഹിത്യത്തിലേക്ക് തിരിയുന്നത്. ചേറപ്പായി കഥകൾ, അന്നാമേരി അന്നാമേരി, നിശ്ചലമാം പുഴ, മേൽക്കൂരയ്ക്ക് താഴെ തുടങ്ങിയ നിരവധി ചെറുകഥാ സമാഹാരങ്ങളും പുറത്തിറക്കി. ചേറപ്പായി കഥകൾ മലയാളികളെ ഏറെ രസിപ്പിച്ച ടെലിവിഷൻ സീരിയലായി പിന്നീട് സംപ്രേഷണം ചെയ്തു. 1988 പ്രസിദ്ധീകരിച്ച ഇസബെല്ല എന്ന നോവലറ്റ് പിന്നീട് പ്രമുഖ സംവിധായകൻ മോഹനന്റെ സൂപ്പർഹിറ്റ് സിനിമയായി. ചിത്രത്തിൽ ബാലചന്ദ്രമേനോനും സുമലതയുമായിരുന്നു പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. ദേവാസുരം, അക്കരെ, ആലീസിന്റെ അന്വേഷണം തുടങ്ങിയ ചില സിനിമകളിലും ഇദ്ദേഹം അഭിനേതാവായും തിളങ്ങി. 2004 മെയ് 19 മരണം. തൃശൂർ കുന്നംകുളം, ചാവക്കാട് കോടതികളിലെ മികവ് തെളിയിച്ച അഭിഭാഷകൻ കൂടിയായ ഐപ്പ് പാറമേലിനെ സാഹിത്യകാരനായി അധികമാരും തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞവരാരും അറിഞ്ഞതായി നടിച്ചതുമില്ല. സാഹിത്യകാരന്മാർക്ക് പൊതുവെ ഉണ്ടായിരുന്ന കഥ പറച്ചിൽ സൗഹൃദക്കൂട്ടവും ഇദ്ദേഹത്തിന് അന്യമായിരുന്നുവെന്ന് പഴയ സൗഹൃദങ്ങൾ ഓർക്കുന്നു. ഒരുപാട് കഥകളും മറ്റെഴുതിയിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് പ്രശസ്തിയെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടും അതിനനുസരിച്ച് ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം അനുസ്മരിക്കപ്പെടാൻ വളരെ വൈകിപ്പോയി. തന്നെ തിരിച്ചറിഞ്ഞ സൗഹൃദങ്ങൾക്കിടയിൽ സാഹിത്യലോകം കണ്ട ഐപ്പ് പാറമേലിനെ കുന്നംകുളത്തിന്റെ
കലാകാഴ്ച 10 വർഷത്തിന് ശേഷം സ്മരിക്കുകയാണ്. ലിവ ടവർ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ VK ശ്രീരാമൻ, റഫീഖ് അഹമ്മദ്, കൃഷ്ണദാസ്, ലബീബ് ഹസൻ, CI ഇട്ടി മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഐപ്പു പാറമേലിനെ സ്മരിക്കും. TCV ന്യൂസ്, കുന്നംകുളം. പഞ്ചായത്ത് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്തിലെ 2 അംഗങ്ങളെയും പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 7 അംഗങ്ങളെയുമാണ് മാള SI സജിൻ ശശി അറസ്റ്റ് ചെയ്തത്. കുത്തിയിരിപ്പ് സമരം ഓഫീസ് സമയം കഴിഞ്ഞിട്ടും അവസാനിപ്പിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പോലീസ് എത്തിയത്. കോൺഗ്രസിലെ 6 അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CD തോമസ്, അംബിക പരമേശ്വരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുത്തിയിരിപ്പ് സമരം നടത്തിയ ജനപ്രതിനിധികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആരോപിച്ചു. ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസ് വരാന്തയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പാറശ്ശേരി, മുൻ പ്രസിഡന്റ് ഡെയ്സി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കോൺഗ്രസിലെ വിഭാഗത്തിന്റെ പ്രതിനിധിയായ പ്രസിഡന്റ് റംല നൌഷാദിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ള കോൺഗ്രസ് അനുഭാവിയായ സ്വതന്ത്ര അംഗം തോമസ് കാച്ചപ്പള്ളി ഒഴികെയുള്ള അംഗങ്ങളാണ് സമരം നടത്തിയത്. നിയമം പാലിച്ച് അപേക്ഷിച്ച ആൾക്ക് കുഴൽക്കിണർ കുഴിക്കുന്നതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ തർക്കം. ഇടവേള. വാർത്തകളിലേക്ക്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. യജ്ഞത്തോടനുബന്ധിച്ച് പൂതനാമോക്ഷം, കാളിയമർദ്ദനം, കംസവധം തുടങ്ങിയ കഥാഭാഗങ്ങളുടെ പാരായണം നടന്നു. രുക്മിണി സ്വയംവര പാരായണവും രുക്മിണി സ്വയംവര ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ജയേഷ് ശർമ്മ, മിനി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകുന്ന യജ്ഞം തിങ്കളാഴ്ച സമാപിക്കും. ജീവിതത്തിൽ ആദ്യമായി എടുത്ത ലോട്ടറി ടിക്കറ്റിൽ 5 കോടി രൂപയുമായി ഭാഗ്യദേവത കടാക്ഷിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചൂൽപ്പുറത്തെ കൊമ്പത്തേയിൽ കുടുംബം. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പറാണ് കുഞ്ഞുമോൻ ഹംലത്ത് ദമ്പതികളുടെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ അവിചാരിതമായി പത്രം നോക്കുമ്പോൾ കണ്ട ലോട്ടറി ഫലം നോക്കിയപ്പോഴാണ് വീട്ടുകാർ ഞെട്ടിപ്പോയത്. ജീവിതത്തിൽ ആദ്യമായി എടുത്ത ഭാഗ്യക്കുറിയിലൂടെ വന്ന കോടികളുടെ സൌഭാഗ്യത്തിന്റെ അമ്പരപ്പിലായിരുന്നു കുഞ്ഞുമോനും വീട്ടുകാരും. ഭാഗ്യദേവത കടാക്ഷിച്ചത് തങ്ങളെ തന്നെയാണെന്ന് ഉറപ്പാക്കിയ ശേഷം കുഞ്ഞുമോൻ ലോട്ടറിയുമായി ഏജൻസിയിലെത്തി. തുടർന്ന് ബാങ്കിലെത്തി ലോട്ടറി ഏൽപ്പിച്ചു. നറുക്കെടുപ്പിന്റെ 2 ദിവസം മുൻപ് പച്ചക്കറി വാങ്ങാൻ കുഞ്ഞുമോനോടൊപ്പം ഗുരുവായൂരിൽ എത്തിയപ്പോഴാണ് ഹംലത്ത് ലോട്ടറി എടുക്കുന്നത്. ആദ്യമായി എടുത്ത ലോട്ടറിയിൽ തന്നെ 5 കോടി അടിച്ചതിന്റെ അമ്പരപ്പ് മാറാതെ മധുരം വിതരണം ചെയ്ത് സന്തോഷം പങ്കിടുന്ന തിരക്കിലാണ് ഈ കുടുംബം. പഞ്ചവാദ്യ കുലപതി യശശരീരനായ കുഴൂർ നാരായണമാരാരുടെ നാമധേയത്തിലുള്ള പഞ്ചവാദ്യ പഠന കേന്ദ്രം വാളൂർ നായർ സമാജം സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രത്തിലെ ആദ്യ ബാച്ചിന്റെ പരിശീലനം പാമ്പുമേക്കാട് ജാതവേദ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു. കുഴൂർ ഫൌണ്ടേഷൻ ചെയർമാൻ വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി, സുനിൽ, ചാലക്കുടി ഉണ്ണി നമ്പീശൻ, രാജേന്ദു ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. 25 വിദ്യാർത്ഥികൾ തിമിലയിൽ പരിശീലനം ആരംഭിച്ചു. കുഴൂർ നാരായണമാരാരുടെ മരുമകനും പ്രശസ്ത വാദ്യകലാ വിദഗ്ധനുമായ കുഴൂർ സുധാകരമാരാരുടെ കീഴിലാണ് പരിശീലനം നടക്കുന്നത്. കൊരട്ടി ആസ്ഥാനമായുള്ള കുഴൂർ നാരായണമാരാർ ഫൌണ്ടേഷനാണ് കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാദ്യകലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചിരുന്നു. പന്നിത്തടം ചിറമനേങ്ങാട് സ്വദേശിനി ഗീതു ഇനി ആകാശരഥത്തിന്റെ അമരക്കാരി. വർണ്ണച്ചിറകുകൾ വിടർത്തിയ ഇൻഡിഗോ എയർലൈൻസ് ഗീതുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മേഘങ്ങളെ തുളച്ച് കുതിച്ചു പൊങ്ങുമ്പോൾ ഗീതുവിന് സ്വപ്ന സാക്ഷാത്കാരവും ചിറമനേങ്ങാട് ഗ്രാമത്തിന് അഭിമാനവും. ആകാശത്തിൽ ഒഴുകി നടക്കുന്ന വെൺമേഘങ്ങൾക്കിടയിലൂടെ പറന്നു നടക്കാൻ കുട്ടിക്കാലം മുതൽ ഗീതു കൂടെ കൂട്ടിയ മോഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. +2 കഴിഞ്ഞ് സഹപാഠികളിൽ പലരും എഞ്ചിനീയറും ഡോക്ടറുമാകാനുള്ള വഴികൾ തിരഞ്ഞെടുത്തപ്പോൾ പൈലറ്റ് പഠനം മതിയെന്ന ഗീതുവിന്റെ തീരുമാനത്തിന് പിറകിൽ ആകാശത്തിന്റെ അനന്തതയിൽ പറന്നു നടക്കാനുള്ള ആഗ്രഹം തന്നെയാണ്. മകളുടെ ആഗ്രഹം സഫലീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ ചെറുകിട പലചരക്ക് വ്യാപാരിയായ ചിറമനേങ്ങാട് വെട്ടത്ത് വീട്ടിൽ വിജയകുമാറിന്റെ നിശ്ചയദാർഢ്യമാണ് ഗീതുവിനെ പൈലറ്റാക്കിയത്. പലചരക്ക് കടയിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞ വരുമാനവും വീട് നിൽക്കുന്ന പറമ്പിന്റെ ഒരു ഭാഗം വിറ്റുമാണ് വിജയകുമാർ മകളുടെ പഠനത്തിനുള്ള ഭീമമായ തുക കണ്ടെത്തിയത്. നാഗ്പൂരിലെ ഗ്വാണ്ടിയാറിൽ CAE ഓക്സ്ഫോർഡ് നാഷണൽ ഫ്ലൈയിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2010-2012 വർഷത്തിലെ ബാച്ചിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ ഗീതു
തുടർന്ന് ഉയർന്ന പരീക്ഷകളിൽ വിജയിച്ച് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസും സ്വന്തമാക്കി. ഉയർന്ന ശേഷിയുള്ള വിമാനങ്ങൾ പറത്തുന്നതിൽ പ്രാഗൽഭ്യം നേടിയ ഗീതുവിന് ഈ മാസം 2-നാണ് ഇൻഡിഗോ എയർലൈൻസിന്റെ പൈലറ്റായി നിയമന ഉത്തരവ് ലഭിച്ചത്. ജൂൺ 5-ന് തുടങ്ങുന്ന പരിശീലനത്തിൽ ആദ്യം ആഭ്യന്തര സർവീസിലും തുടർന്ന് വിദേശ സർവീസിലും സേവനമനുഷ്ഠിക്കും. ഉറച്ച തീരുമാനവും കഠിനാധ്വാനവും വീട്ടുകാരുടെ പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഏതു വിജയവും നേടാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച് വിജയങ്ങളുടെ പുതിയ ആകാശങ്ങൾ കീഴടക്കാൻ ഉയർന്നു പറക്കുകയാണ് ഈ 22-കാരിയായ നാട്ടിൻപുറത്തുകാരി. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാളയിൽ നിന്ന് 110 ഗ്രാം കഞ്ചാവുമായി 2 പേരെ മാള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പൂപ്പത്തി സ്വദേശി അക്ഷയ് മധു, പുത്തൻവേലിക്കര പൊയ്യത്തിരുത്തി അക്ഷയ് എന്നിവരെയാണ് മാള എക്സൈസ് ഇൻസ്പെക്ടർ KG രാജേന്ദ്രകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ഏനാമാക്കൽ കോഞ്ചിറ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30-ന് ഫാദർ ഡേവിസ് ചിറമൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. ഞായറാഴ്ച മുതൽ തിരുനാൾ ദിവസം വരെ വൈകിട്ട് 4:30-ന് ആഘോഷമായ ദിവ്യബലി, മരിയൻ സന്ദേശം, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 24, 25 തീയതികളിലാണ് കോഞ്ചിറ മുത്തിയുടെ തിരുനാൾ. നവനാൾ ദിനങ്ങളിൽ സമൂഹ രക്തദാനം, ശിശുക്കൾക്ക് ആദ്യ ചോറൂണ്, കുട്ടികളെ എഴുത്തിനിരുത്തൽ, കാർഷിക ഉപകരണങ്ങളുടെ വെഞ്ചിരിപ്പ് എന്നിവയും ഉണ്ടായിരിക്കും. 24-ന് വൈകിട്ട് 4:30-ന് ഊട്ട് ഭക്ഷണ ആശീർവാദം, സ്വർഗരാജ്ഞി പ്രതിഷ്ഠ പുതുക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് അതിരൂപതാ സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, പ്രിൻസ് കൈമഠത്തിൽ AP ജോർജ്, TK ജിജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലായി വയലൂരിൽ കുട്ടികൾക്കായി ചങ്ങാതി ചന്തം എന്ന പേരിലുള്ള അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ബാലസാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. കണക്ക്, ഭാഷ, ശാസ്ത്രം എന്നിവയെ ആസ്പദമാക്കിയുള്ള ക്യാമ്പിൽ പ്രൊഫസർ MK ചന്ദ്രൻ, ചെല്ലപ്പൻ, ഷാജു കുന്നത്തേരി, രാജൻ നെല്ലായി, പരമേശ്വരൻ എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ആധാരം പണയത്തിനെടുത്ത് അമിത പലിശ വാങ്ങുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റിശ്ശേരി സ്വദേശി വെണ്ടോർ വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. പുതുക്കാട് കൂടലി ജോൺസന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. പുതുക്കാട് SI TG ദിലീപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പഴവെള്ളം ആദിവാസി കോളനിയിലെ റോഡിന്റെയും കാനയുടെയും നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധമേറി. 30 വർഷത്തിലേറെയായി ടാറിങ്ങിനായി കാത്തുകിടന്നിരുന്ന പുളിഞ്ചോട് ചെമ്പങ്കണ്ടം റോഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് 5 മാസം മുൻപ് ടാറിംഗ് നടത്തിയത്. ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ച് 11 ലക്ഷം രൂപ മുടക്കിയാണ് പഴവെള്ളം കോളനി വരെ റോഡ് ടാറിംഗ് നടത്തിയത്. റോഡിനോടനുബന്ധമായി കോൺക്രീറ്റ് കാനയും നിർമ്മിച്ചിരുന്നു. ഫണ്ട് തീർന്നതോടെ റോഡിന്റെയും കാനയുടെയും നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. വേനൽമഴ പെയ്തതോടെ കാനയിലൂടെ ഒഴുകിയെത്തിയ വെള്ളം റോഡ് നിർമ്മാണം നിലച്ച ഭാഗത്ത് കെട്ടിക്കിടക്കുവാൻ തുടങ്ങി. വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം പകർച്ചവ്യാധികൾ പടരാനും തുടങ്ങി. കഴിഞ്ഞ ദിവസം അധികൃതരെത്തി വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറി. ഇനി കാലവർഷം ആരംഭിച്ചാൽ വെള്ളക്കെട്ട് ഭീഷണി തുടരുമെന്നാണ് പരാതി. ഇതൊഴിവാക്കാൻ വെള്ളം കെട്ടിക്കിടന്ന ഭാഗത്ത് പാലം നിർമ്മിക്കണമെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. വർഷങ്ങളായി കോളനിയിലേക്ക് യാതൊരു വികസനവും എത്താറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വഴി 30 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. 28 അടി വീതി വഴി. പുത്തൂർ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കണ വഴിയല്ല. ഈ ഭാഗത്ത് കുട്ടികളും പിള്ളേരും വയസ്സായ ആൾക്കാർക്ക് പോകാൻ ഭയങ്കര ഒരു തടസ്സമായാലും ഒരു ആശുപത്രി കേസ് വരികയില്ല. കോളനിയുമായി ബന്ധിപ്പിക്കുന്ന ചെമ്പങ്കണ്ടം റോഡ് 30 വർഷമായി ടാറിംഗ് നടത്താതെ തകർന്നു കിടക്കുകയാണ്. കോളനിവാസികൾ ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു കിടക്കുന്നത്. മലകളിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം റോഡിലൂടെ കോളനിയിലേക്കാണ് എത്തുന്നത്. ഇതുമൂലം വർഷക്കാലങ്ങളിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാനും സാധ്യതയേറെയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വിളിച്ചാൽ ഈ ഭാഗത്തേക്ക് വരാൻ ഡ്രൈവർമാർ വിസമ്മതിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാഹന സൗകര്യം ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. ചാലക്കുടി ഉപജില്ലയിലെ അധ്യാപകർക്കുള്ള മധ്യവേനൽ അവധിക്കാല പരിശീലനത്തിന്റെ 2ാം ഘട്ടം കൊടകര ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ ആരംഭിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ മലയാളം, ഗണിതം വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള 5 ദിവസത്തെ പരിശീലനമാണ് കൊടകരയിൽ നടക്കുന്നത്. രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമഗ്ര അധ്യാപക പരിവർത്തനോന്മുഖ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൊടകരയിൽ പരിശീലനം നടക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സന്റെ വീടിന് നേരെ ആക്രമണം.
കല്ലേറിൽ ജനൽച്ചില്ല് തകർന്നു. നഗരസഭാ ചെയർപേഴ്സണും CPM നേതാവുമായ KB മഹേശ്വരിയുടെ മേത്തല എൽത്തുരുത്തിലുള്ള വീടിന് നേരെയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ മുൻവശത്തെ ജനൽച്ചില്ലാണ് തകർന്നത്. തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന സൂചന. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീടിനും വാഹനങ്ങൾക്കും നേരെ ആക്രമണം. മേത്തല കോരിശ്ശേരി PDAയ്ക്ക് സമീപം ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കാട്ടുങ്ങലിൽ സലീഷിന്റെ ഭാര്യ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽച്ചില്ലുകൾ മുഴുവൻ അക്രമികൾ അടിച്ചു തകർത്തു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകൾ തീവെച്ച് നശിപ്പിച്ചു. സലീഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന അയൽവാസിയായ മാഹിന്റെ കാറും അക്രമികൾ തല്ലി തകർത്തു. കൊടകര കാവനാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് അവഭൃത സ്നാനം, ശ്രീകൃഷ്ണാവതാര പാരായണം, അഷ്ടോത്തര രശതം, പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ കൽപ്പകഞ്ചേരി ലത വേണു കാർമ്മികത്വം വഹിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ 8ാമിട തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10-നുള്ള ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് വചന സന്ദേശം നൽകും. ദിവ്യബലിയെ തുടർന്ന് തിരുനാൾ ഭണ്ഡാരമെണ്ണും. വൈകുന്നേരം 7-നുള്ള ആഘോഷമായ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രാത്രി 8-ന് തെക്കുംഭാഗം സൌഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുസന്നിധി മേളം അരങ്ങേറും. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. കാട്ടകാമ്പാൽ പെങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ 1 മാസം മുമ്പ് ക്ഷേത്രം ഭരണസമിതി ഭണ്ഡാരം തുറന്ന് പണമെടുത്ത് തിട്ടപ്പെടുത്തിയിരുന്നു. 3000 രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്ക്. 2 മാസം മുമ്പ് പെങ്ങാമുക്ക് സെന്ററിൽ സ്ഥാപിച്ച ക്ഷേത്രം വക ഭണ്ഡാരവും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. മുരിങ്ങൂരിൽ ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന പുതിയ ടാങ്കർ ലോറിയുടെ 6 ചക്രങ്ങൾ മോഷണം പോയി. ഖന്നാനഗർ തൈപ്പറമ്പിൽ വർഗീസിന്റെ ടാങ്കർ ലോറിയുടെ ചക്രങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാക്കൾ ഊരിക്കൊണ്ടുപോയത്. ലോറി മറിയാതിരിക്കുന്നതിന് ചക്രത്തിന്റെ സ്ഥാനങ്ങളിൽ കരിങ്കല്ല് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ലോറി വാങ്ങിയ വർഗീസ് നമ്പർ ഇടുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു. കൊരട്ടി പോലീസ് കേസെടുത്തു. നെന്മണിക്കര പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രാമീണ പ്രവൃത്തി പരിചയ പരിപാടിയായ ഗ്രാമികയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പ്രൊഫസർ ജിജു P. ജേക്കബ്, ഷീബ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 10 ദിവസമായി നടക്കുന്ന ഗ്രാമികയിൽ 60 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഓപ്പറേഷൻ കുബേരയിൽ ചേർപ്പിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വല്ലച്ചിറ സ്വദേശി രാമൻകുട്ടിയുടെ മകൻ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 41,800 രൂപയും 88 പാസ്ബുക്കുകളും 9 ചെക്ക് ലീഫും പോലീസ് പിടിച്ചെടുത്തു. ചേർപ്പ് SI PP ജോയ്, സീനിയർ CPO KP സുധീർ, സിവിൽ പോലീസ് ഓഫീസർമാരായ കൊച്ചുമോൻ ജേക്കബ്, സജീവൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൊടകര ബ്ലോക്കിനെ സമ്പൂർണ്ണ തിമിര വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പുകളുടെ പരമ്പരയിലെ 47ാമത്തെ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൊടകരയിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. പരിശോധനയിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് സൌജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കും. ഇതുവരെ 900ഓളം പേർക്ക് ഇത്തരത്തിൽ സൌജന്യ ശസ്ത്രക്രിയ നടത്തിയതായി ക്ലബ്ബ് ഭാരവാഹികളായ KR സുരേന്ദ്രൻ, ജോസ് തോമസ്, ഷോജൻ D. വിധേയത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേറ്റുവ കൃപ ജീവകാരുണ്യ സമിതിയുടെ 4ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. ചേറ്റുവ ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ പുരസ്കാര വിതരണം നിർവഹിക്കും. VS കേരളീയൻ വിശിഷ്ട സേവന പുരസ്കാരം ജില്ലയിലെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിയായ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ EA രാജിനും PP മുഹമ്മദ് ഹസൻ ജീവകാരുണ്യ പുരസ്കാരം ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിനും സമ്മാനിക്കും. ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശുഭ സുനിൽ, പ്രതിപക്ഷ നേതാവ് AC സജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. 202 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അക്ബർ ചേറ്റുവ, VH ആഷിഖ്, KA ഷമീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയുക്ത MP ഇന്നസെന്റിന്റെ വിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തി LDF പ്രവർത്തകർ ചാലക്കുടിയിൽ പ്രകടനം നടത്തി. തുറന്ന വാഹനത്തിൽ ഇന്നസെന്റും ഒപ്പമുണ്ടായിരുന്നു. BD ദേവസി MLA, അഡ്വക്കേറ്റ് PK ഗിരിജ വല്ലഭൻ, അഡ്വക്കേറ്റ് PK നന്ദകുമാരവർമ്മ എന്നിവർ നേതൃത്വം നൽകി.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം വിതരണം ചെയ്തു. മണ്ഡലത്തിലെ 5 കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. ജന്മനാ തളർന്നു കിടക്കുന്ന ആമ്പല്ലൂർ തച്ചമ്പിള്ളി അനിലന്റെ മകൻ ഗോപകുമാറിന് 1 ലക്ഷം രൂപ നൽകി. മടവാക്കര കേളിക്കൽ കൌസല്യ നന്ദിക്കര മരാശ്ശേരി സുനിത സുന്ദരൻ, കല്ലൂർ കുണ്ടുകുളം ആലീസ്, പള്ളിവളപ്പിൽ അജയൻ എന്നിവരുടെ കുടുംബങ്ങൾക്കും ധനസഹായം നൽകി. 6,60,000 രൂപയാണ് വിതരണം ചെയ്തത്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഓരോ വീടുകളിലും എത്തിയാണ് ധനസഹായം കൈമാറിയത്. തഹസിൽദാർ മോഹനൻ, കെ രാജേശ്വരി, TS ബൈജു, PK പ്രസാദ് എന്നിവരും പങ്കെടുത്തു. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ മത്സ്യബന്ധന വലയിൽ കുടുങ്ങി കരയ്ക്കെത്തിയ കടലാമയ്ക്ക് മത്സ്യത്തൊഴിലാളികൾ രക്ഷകരായി. കഴിഞ്ഞ ദിവസമാണ് കടലാമ കരയ്ക്കടിഞ്ഞത്. തൊട്ടാപ്പ് പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലാണ് കടലാമയെ കടലിലേക്ക് ഒഴുക്കിവിട്ടത്. കടലിലെ പാഴ്വലയിൽ അകപ്പെട്ട കടലാമകൾ പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പഴഞ്ഞി അയനൂരിൽ തെരുവുനായയുടെ ആക്രമണം. 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അയനൂർ കടവല്ലൂർ റോഡിലെ കോട്ടൂർ തേക്കത്ത് താമസിക്കുന്ന എടവന വളപ്പിൽ ഖദീജ, കരിക്കാട് സ്വദേശി താനിക്കൽ ലിജോയുടെ മകൻ 3 വയസ്സുള്ള അഭിനീർ, വടക്കേക്കോട്ടോൽ രാമന്റെ ഭാര്യ പാറു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കത്തുള്ള അമ്മ വീട്ടിൽ വിരുന്നെത്തിയ അഭിനീറിന് വീടിന്റെ പുറകിൽ കളിക്കുമ്പോഴാണ് കടിയേറ്റത്. ഖദീജയ്ക്ക് വഴിയരികിൽ നിന്നും പാറുവിന് വയലിൽ വെച്ചും കടിയേറ്റു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, മുൻ പ്രസിഡന്റ് കൊച്ചനിയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകളിലേക്ക്. പടിയൂർ കെട്ടിച്ചിറയിൽ അറവു മാലിന്യം തട്ടാനെത്തിയ 4 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാങ്കല്ലൂർ സ്വദേശികളായ അനീഷ്, സുലൈമാൻ, കരൂപടന്ന സ്വദേശി റഷീദ്, പത്തേപ്പാടം സ്വദേശി ഷാനവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാലിന്യം തട്ടാനെത്തിയവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ ടൈലറിംഗ് സംരംഭകരുടെ വൈദഗ്ധ്യ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ MK തങ്കമണി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി നടത്തുന്ന IG ഓഫീസ് മാർച്ചിന്റെ പ്രചാരണ പോസ്റ്ററുകൾ നശിപ്പിച്ചതിൽ ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. മൂർക്കനാട് ക്ഷേത്ര മൈതാനിയിൽ കയറി ഭക്തരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി ഈ മാസം 22-ന് തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിൽ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന വാർഷികാഘോഷങ്ങൾ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ലീജ ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഉഷ വിജയൻ, TC മോഹനൻ, KV ജബാൽ, സരസ്വതി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അരിമ്പൂർ വെളുത്തൂർ കുണ്ടോളി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ആന്റണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് CR രാജൻ അധ്യക്ഷനായിരുന്നു. സുരേഷ് കണ്ടന്താഴത്ത്, K രാമചന്ദ്രൻ, ഗീതാ ചന്ദ്രഹാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുതിരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ, മണ്ഡലം പ്രസിഡന്റ് രഘു ഞാറേങ്ങാട്ട്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, നഗരസഭാ കൌൺസിലർമാരായ MB ഉല്ലാസ്, KK മുരളി, CB ശ്രീഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത മലിനജലം ഉപയോഗിച്ചവർക്ക് വയറിളക്കവും ഛർദിയും. മലിനജല വിതരണത്തെക്കുറിച്ച് TCV സംപ്രേഷണം ചെയ്ത വാർത്ത അധികൃതർ അവഗണിച്ചു. മലയാള കഥാ സാഹിത്യത്തിൽ നിറസാന്നിധ്യമായിരുന്ന ഐപ്പ് പാറമേലിനെ സൌഹൃദ കൂട്ടായ്മ കുന്നംകുളത്ത് അനുസ്മരിക്കുന്നു. പാറമേലിന്റെ 10ാം ചരമവാർഷിക ദിനമായ തിങ്കളാഴ്ചയാണ് അനുസ്മരണം. പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പഞ്ചായത്ത് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുത്തിയിരിപ്പ് സമരം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.